സെക്കൻഡറി സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക്. സ്കൂളിലെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു. 3.80 കോടി രൂപ ചെലവിൽ ആധുനിക ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറി, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റുകൾ എന്നിവയുൾപ്പെടെ ആധുനിക രീതിയിലാണ് പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം ക്രമീകരിച്ചിരിക്കുന്നത്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. പിറവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു. തത്സമയം സ്കൂളിൽ നടന്ന ചടങ്ങിൽ MLA അനൂപ് ജേക്കബ് അധ്യക്ഷനായി. നമ്മുടെ 2016 പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു നിയോജകമണ്ഡലത്തിൽ ഒരു വിദ്യാലയങ്ങൾ തിരഞ്ഞെടുക്കണമെന്ന് MLA-മാരോട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പിറവം നിയോജകമണ്ഡലത്തിൽ നമ്മുടെ പിറവം ഹയർ സെക്കൻഡറി സ്കൂൾ MLA എന്ന നിലയിൽ ഞാൻ 2016-17 നിർദ്ദേശിച്ചത്. അതനുസരിച്ച് ഇതിന് 5 കോടി രൂപ അനുവദിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ആദ്യഘട്ടം എന്ന നിലയിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കെട്ടിടം പൂർത്തിയാവുകയും ചെയ്തു. നമുക്ക് രണ്ടാം ഘട്ട നിർമ്മാണത്തിലേക്ക് കടക്കാനുള്ള ഭൂമി നമുക്ക് ലഭ്യമായി കഴിഞ്ഞ് ഇതിന്റെ തീരുമാനം സർക്കാർ തലത്തിൽ വേണം. ആ സർക്കാർ തലത്തിൽ വരുവാൻ വേണ്ടിയാണ് 2021 മുതൽ ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ വീണ്ടും തുടർന്നത്. ഓരോ നിയോജക മണ്ഡലത്തിലെയും ഒരു സ്കൂൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതാക്കാൻ ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ചതാണ് പദ്ധതി. പിറവം നിയോജക മണ്ഡലത്തിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. എന്നാൽ സ്കൂളിൽ 1.20 കോടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായതോടെ അത് നിലച്ചിരുന്നു. ശേഷിച്ച തുകയ്ക്കുള്ള പ്രവർത്തനങ്ങളാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് അത് തുടക്കം കുറിച്ചു. ഈ സ്കൂളിന്റെ പ്രവർത്തനം തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാനാകാത്ത പാതി വഴി നിലച്ചപ്പോൾ അവർ രാഷ്ട്രീയത്തിനതീതമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ വീണ്ടും ആരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ തലത്തിലുള്ള ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ. സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി 3.80 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കും. 4 ക്ലാസ് മുറികൾ, ലാബുകൾ, ലൈബ്രറി, റീഡിംഗ് റൂം, സ്റ്റാഫ് റൂം, ആധുനിക നിലവാരത്തിലുള്ള ടോയ്ലറ്റുകൾ, ഭിന്നശേഷി സൗഹൃദ ടോയ്ലറ്റ്, റാമ്പ്, പ്രത്യേക വാഷ് ഏരിയ ഉൾപ്പെടെയുള്ള പുതിയ ബ്ലോക്കും സ്കൂളിന് പ്രവേശന കവാടവുമാണ് രണ്ടാം ഘട്ടമായി നിർമ്മിക്കുന്നത്. നമുക്ക് ഈ മാസം 6-ാം തീയതി ഇന്ത്യയുടെ കൈമാറിക്കൊണ്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. തീർച്ചയായിട്ടും ഈ സ്കൂളുകളിൽ പൂർത്തിയാകുമ്പോൾ ഈ നാടിന്റെ വലിയൊരു അഭിമാനമായിട്ട് സ്കൂൾ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. നഗരസഭാ അധ്യക്ഷൻ KR പ്രദീപ് കുമാർ, ഉപാധ്യക്ഷ അന്നമ്മ ഡോമി, സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ഷിബു തോമസ്, ജെയ്സൺ പുളിക്കൽ, ജിൻസി രാജു, വത്സല വർഗീസ്, സ്കൂൾ പ്രിൻസിപ്പൽ B വിധു, PTA പ്രസിഡന്റ് CK സജി, മുൻ നഗരസഭാ അധ്യക്ഷ അഡ്വക്കേറ്റ് ജൂലി സാബു, മുൻ ഉപാധ്യക്ഷൻ KP സലീം, കൌൺസിലർമാരായ രമ വിജയൻ, ഉണ്ണി വല്ലയിൽ, റെജി ചുള്ളിക്കൽ, VT പ്രതാപൻ, അരുൺ മാത്യു, ലൂസി സണ്ണി, സോഫിയ P വർഗീസ്, സിജി സുകുമാരൻ, VP ജോൺ, ജോൺ K വർഗീസ്, PS ബൈജുമോൻ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ രാജു പാണാലിക്കൽ, സോമൻ വലയിൽ, സോജൻ ജോർജ്, ഷാജു ഇലന്നിമറ്റം, തോമസ് തേക്കുംമുട്ടിൽ, CN സദാമണി തുടങ്ങിയവർ പങ്കെടുത്തു. പക്ഷേ നമുക്ക് പുതുതായിട്ട് സ്ഥലം നമ്മൾ വാങ്ങിച്ചിട്ടില്ല. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന പ്രവർത്തന മുഖ്യമന്ത്രി ആകേണ്ട വിദ്യാലയത്തിന്റെ പശ്ചാത്തല സൗകര്യങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് രാഷ്ട്രീയത്തിൽ അതീതമായി നിന്നുകൊണ്ട് നല്ല കാഴ്ചപ്പാടുകൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നല്ലൊരു വിദ്യാലയം പുതിയ രീതിയിൽ റോഡിന് അഭിമുഖമായി ഉണ്ടാകട്ടെ. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.